നമസ്തേ. നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളിൽ വ്യാഴം ചെയ്തു, സൂര്യചന്ദ്രന്മാരെ ചൊവ്വ, ബുധൻ, അത് കഴിഞ്ഞ് വ്യാഴം ചെയ്തു. ഓരോ കാരകത്വങ്ങളും കുറിച്ച് കൃത്യമായി നമ്മൾ പറഞ്ഞു. ആത്മകാരകൻ സൂര്യൻ, മനോകാരകനായ ചന്ദ്രൻ, ആത്മാവ് പിതാവ് രണ്ടുമുണ്ട്. ജീവകാരകത്വം പിതാവാണ്, ജഡകാരകത്വം ആത്മാവ്, ഐശ്വര്യം, കീർത്തി, ഇതൊക്കെയാണ് സൂര്യൻ്റെ കാരകങ്ങൾ. ചന്ദ്രൻ അതുപോലെ മാതാവാണ്, മനസ്സാണ് ജഡകാരകത്വം, മാതാവാണ് ജീവകാരകത്വം. അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ പറഞ്ഞു. ചൊവ്വ സഹോദരനാണ് ജീവകാരകത്വം. ആയോധനം അല്ലെങ്കിൽ അക്രമശക്തി അല്ലെങ്കിൽ നിർവികാരത, അതൊക്കെയാണ് ചൊവ്വയുടെ ജഡകാരകത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുധൻ പറഞ്ഞു, മാതുലൻ ആണ് ജീവകാരകത്വം. അതേസമയം തന്നെ ബുദ്ധി, ജ്ഞാനം, അറിവ്, ഇതെല്ലാം ബുധൻ്റെ ജഡകാരകത്വങ്ങളാണ്. വിദ്യ, ഇതെല്ലാം ബുധൻ്റെ കാരകത്വങ്ങളാണ്. വ്യാഴത്തിനെ കുറിച്ച് പറഞ്ഞു. വ്യാഴം പുത്രനാണ് ജീവകാരകത്വം. അതേപോലെ തന്നെ ജഡകാരകത്വം വന്നിട്ട് ധനമാണ്. ധനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ധനപരമായ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗുരുവിൻ്റെ ജഡകാരകത്വമായിട്ട് വരും. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും വളരെ അത്യന്താപേക്ഷിതമെന്ന് ആവശ്യമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ്റെ കാരകത്വം എന്ന് പറഞ്ഞിട്ട് കാമമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ്. ഒരു ജീവൻ ഭൂമിയിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് അതിൻ്റെ പ്രജനനം നടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തലമുറ സൃഷ്ടിച്ച് നമ്മൾ ജീവിച്ചിരുന്നു, നമ്മുടെ ഒരു പരമ്പരയെ സൃഷ്ടിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബാക്കി വിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. ശരിക്കും നമ്മൾ മരിക്കുന്നില്ല. കാര്യം നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളെ എപ്പോഴും നമ്മൾ സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ മരണം നടക്കുന്നില്ല. ജീനുകൾ നമ്മൾ ബാക്കി വയ്ക്കും. അങ്ങനെയാണ് വംശവർദ്ധനവ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായ നിധാനമായ ഗ്രഹം ശുക്രനാണ്, കാമകാരകനായ ശുക്രൻ. ഇതേ ശുക്രൻ്റെ ജീവകാരകത്വം കാമമാണെങ്കിൽ, ഇണയാണെങ്കിൽ, ജഡകാരകത്വം ഏറ്റവും ലക്ഷറിയാണ്. വണ്ടി, വാഹനം, വീട്, ഇങ്ങനെയുള്ള ലക്ഷറിയാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം, നമുക്ക് നെസസറി നീഡ്, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വന്നിട്ട് വായു, വെള്ളം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അത് കഴിഞ്ഞിട്ട് വണ്ടി, വാഹനമാണ്. ഈ ആറാമത്തെ കാര്യം വാഹനമാണ്. ഇതുവരെയുള്ളത് വായു, ശനിയാണ് ശരിക്കും കാരകത്വം. അതുപോലെ ജലം, ചന്ദ്രനാണ് കാരകത്വം, ചന്ദ്രനാണ്. അതുപോലെ ഭക്ഷണവും ചന്ദ്രനാണ്. ജലം ചന്ദ്രനാണ്, ഭക്ഷണം ചന്ദ്രനാണ്. അതുപോലെ തന്നെ വസ്ത്രം, അതും ചന്ദ്രൻ്റേത് തന്നെയാണ്. ശുക്രൻ ചേരുന്നുണ്ട് ഇതിലൊക്കെ. ശുക്രനും ജലകാരകത്വം, ഇതൊക്കെ ശുക്രനും ചേരുമെങ്കിലും ലക്ഷറി ആവുമ്പോഴാണ് ശുക്രൻ. നോർമലായിട്ടുള്ളതെല്ലാം ചന്ദ്രനാണ്. വസ്ത്രം, അതുപോലെ പാർപ്പിടം, ഇതും ശുക്രൻ്റെയാണ്. പാർപ്പിടം ശുക്രൻ്റെയാണ്. വീട് എന്ന് പറയുന്നത് ശുക്രനാണ് കാരകത്വം. അത് കഴിഞ്ഞ് വരുന്ന വാഹനം എന്ന് പറയുന്നതും ശുക്രൻ്റെയാണ് കാരകത്വം. അപ്പോൾ പ്രധാനമായിട്ടുള്ള ബേസിക് നീഡുകൾ, ഇമോഷണൽ നീഡുകളല്ല, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളിൽ ഈ 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളിൽ വീട്, വാഹനം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ശുക്രൻ്റെ കാരകത്വമാണ്. അപ്പം ശുക്രൻ്റെ ദശകൾ, അപഹാരങ്ങൾ, ചിത്രങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കുക, ഒരു വീട് വയ്ക്കുക. ഇതെല്ലാം നടക്കുന്ന എപ്പോഴും ശുക്രനുമായി ബന്ധപ്പെട്ട ദശാപഹാര ചിത്രങ്ങൾ വരുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ 4ാം ഭാവവും അതുപോലെ ശുക്രനുമാണ് ഇതിന് തരുന്നത്. ഭാവത്തിൽ 4ാം ഭാവവും ഗ്രഹത്തിൽ ശുക്രനും. അപ്പോൾ 4ാം ഭാവാധിപൻ അല്ലെങ്കിൽ 4ാം ഭാവവുമായി ബന്ധപ്പെട്ട ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങളോ ചിത്രങ്ങളോ വരുമ്പോഴും ശുക്രൻ്റെ ദശാപഹാര ചിത്രങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വീട് വയ്ക്കുകയോ പുതിയൊരു വാഹനം വാങ്ങിക്കുകയോ ചെയ്യുക. അപ്പോൾ ശുക്രനെ കുറിച്ചാണ്, കാമകാരകനായ ശുക്രനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാടുണ്ട്. കാമകാരകനായ ശുക്രനായതുകൊണ്ട് തന്നെ
ഈ ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് ജ്യോതിഷത്തിൽ യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്ന ഒരു പ്രധാന വിഷയം വെച്ചിട്ടാണ് ജ്യോതിഷം കുറെ കാലം നീണ്ടു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവാഹ പൊരുത്തം, അതിനെങ്കിലും ആളുകൾ, മറ്റൊന്നും നോക്കാൻ ആളുകൾ വരില്ലെങ്കിലും ഈ ജ്യോതിഷികളുടെ മുന്നിലേക്ക് ഏറ്റവും കൂടുതൽ വരിക വിവാഹത്തിന് പൊരുത്തം നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വിവാഹത്തിലെ പൊരുത്തം നോക്കുന്നതിൽ പ്രധാനിയായിട്ടുള്ള ഗ്രഹം ശരിക്കും ശുക്രനാണ്. 10 പൊരുത്തം നോക്കുന്ന ആളുകൾക്ക് വേറെയാണ്. 10 പൊരുത്തം എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്. പക്ഷെ കാമഗ്രഹമായ ശുക്രനാണ് യഥാർത്ഥത്തിലെ ഇണയെ തീരുമാനിക്കുന്നതിൽ പ്രധാനം. ഇപ്പം നമ്മളൊരു സൊസൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ശുക്രൻ്റെ പ്രാധാന്യം കുറഞ്ഞ് സമ്പത്തിനും ധനത്തിനും മറ്റൊക്കെ പ്രാധാന്യം വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഇണയെ മറ്റേ ഇണ ആകർഷിക്കുന്നത് മറ്റെല്ലാ ജീവിവർഗങ്ങളിലും വേറെ ഒന്നും വെച്ചിട്ടല്ല, അവരുടെ ശുക്ര സ്വഭാവം അല്ലെങ്കിൽ കാമ സ്വഭാവം വെച്ചിട്ടാണ്. കാമം തന്നെയാണ് ഇണയെ തീരുമാനിക്കുന്നതിൽ പ്രധാനമായിട്ട്. ശുക്രൻ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരകൻ. ഇഷ്ടമുണ്ടാവുക, പ്രണയം ഉണ്ടാവുക, കാമം ഉണ്ടാവുക. പലതരമുണ്ട്. ഭോഗം വേറെയാണ്, കാമം വേറെയാണ്. ഭോഗം എന്ന് പറയുന്നത് 12ാം ഭാവമാണ്. ശുക്രൻ്റെ കാമം എന്ന് പറയുന്നത് 3, 7, 11 ഭാവങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3, 7, 11 ഭാവങ്ങളും ശുക്രനുമാണ് കാമത്തിൻ്റെ കാരകത്വം. അപ്പോൾ ഇതിൻ്റെ തത്സ്ഥിതി, അത് എത്ര ശക്തിയുണ്ട് ശുക്രൻ്റെ സ്ഥിതി എങ്ങനെയാണ്, ശുക്രൻ്റെ ബലം എങ്ങനെയാണ് നോക്കിയിട്ടാണ് നമ്മൾ വിവാഹ പൊരുത്തത്തിൽ ഇണകളെ ചേർക്കുക. കാര്യം ശുക്രന് അതീവ ബലം. ശുക്രന് ഓരോ ഗ്രഹങ്ങളുമായി ശുക്രൻ്റെ ചേരുന്നതിനനുസരിച്ച് ശുക്രൻ്റെ ബലത്തിൽ വ്യത്യാസം വരും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശുക്രന് മാത്രം നമ്മൾ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്ന യോഗങ്ങളിൽ ശുക്രന് മാത്രമുള്ള ഗുണം 12 രാശികൾക്കും 12 രാശി ലഗ്നങ്ങളായാലും ശുക്രൻ മാളവ്യയോഗം എന്ന് പറയുന്ന പ്രധാന യോഗം തരും. അതായത് ലഗ്നത്തിൻ്റെ 1, 4, 7, 10 ഭാവങ്ങളിൽ വരുന്ന കേന്ദ്രങ്ങളിൽ വരുന്ന ലഗ്ന കേന്ദ്രങ്ങളിൽ സ്ഥാനബലത്തോടുകൂടി, അതായത് സ്വക്ഷേത്രോ ത്രികോണോ അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമോ ആയിട്ട് ഒരു ഗ്രഹം വരുന്നതിനാണ് പഞ്ചമഹാപുരുഷ യോഗം വരുന്നത്. ഓരോ ഗ്രഹത്തിനും ഓരോന്നാണ്. ബുധൻ വന്നാൽ ഭദ്രായോഗം, ചൊവ്വ വന്നാൽ രുചകയോഗം, ശനി വന്നാൽ ശശയോഗം, ഗുരു വന്നാൽ ഹംസയോഗം, അത് ശുക്രൻ വന്നു കഴിഞ്ഞാൽ മാളവ്യയോഗം. ഈ മാളവ്യയോഗം പൂർണ്ണമായിട്ടും എല്ലാ രാശികൾക്കും 12 മേടം മുതൽ മീനം വരെയുള്ള എല്ലാ രാശികൾക്കും മാളവ്യയോഗം വരാം ഉള്ള യോഗമുണ്ട്. അതിന് കാരണം എന്താ പറഞ്ഞാൽ മറ്റെല്ലാ ഗ്രഹവും അങ്ങനെ വരില്ല. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ബുധൻ്റെ യോഗം ഭദ്രയോഗം വരുന്നത് 4 ലഗ്നങ്ങൾക്കാണ്. അത് ഉഭയലഗ്നങ്ങൾക്ക് മാത്രം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് 4 ലഗ്നങ്ങൾ എന്ന് പറയുന്നത് മിഥുനം, കന്നി, ധനു, മീനം എന്ന് പറയുന്ന 4 ലഗ്നങ്ങൾക്ക് മാത്രമേ ഭദ്രയോഗം തരുള്ളൂ. പക്ഷേ മാളവ്യയോഗം എല്ലാ ലഗ്നങ്ങൾക്കും വരും, 12 ലഗ്നങ്ങൾക്കും വരും. കാരണം എന്താണ്? ശുക്രൻ്റെ 3 വീടുകൾ, 1 ചരവീടായിട്ടുള്ള തുലാമാണ്, 2 ഉഭയ വീടായിട്ടുള്ള ഇടവമാണ്, ഉച്ചം ചെയ്യുന്നത് ഉഭയ വീടായിട്ടുള്ള മീനത്തിലാണ്. അതുകൊണ്ടാണ് ചര, സ്ഥിര, ഉഭയം 3 ഭാവങ്ങളിലും ശുക്രൻ ഒന്നുകിൽ സ്ഥാനബലം അല്ലെങ്കിൽ ത്രികോണബലം അല്ലെങ്കിൽ ഉച്ചബലം എന്ന് പറഞ്ഞിട്ട് 3 ഇതിലും നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. മറ്റൊരു ഗ്രഹം അങ്ങനെയില്ല. മറ്റൊരു ഗ്രഹം അങ്ങനെ ഉണ്ടാവില്ല. മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും അതിൽ 8 ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ 4 ക്ഷേത്രങ്ങളാണ്. ഏറ്റവും കുറഞ്ഞത് ബുധനാണ്. 4 ക്ഷേത്രങ്ങൾക്ക് മാത്രം ഭദ്രായോഗം. അപ്പോൾ ഏറ്റവും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 12 രാശികൾക്കും കാമം ആവശ്യമാണ്. കാമം സർവർക്കും ആവശ്യമാണ്. അപ്പോൾ കാമകാരകനായ ശുക്രനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ടാവും. വിവാഹത്തിൻ്റെ ഈ കാരകൻ ഈ ശുക്രനാണ്. നമ്മളൊരു വിവാഹം നടത്തുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ശുക്രസ്ഥിതിയാണ്. ശുക്രൻ ഏത് ഗ്രഹവുമായിട്ടാണ് ചേർന്നത്? പ്രണയ വിവാഹം നടക്കൂ. എങ്ങനെയാണ് പ്രണയവിവാഹം നടക്കുക? പ്രണയവിവാഹം നടക്കുന്നതിൽ ശുക്രന് നല്ല ശുഭത്വം വരണം. 1. 2, തുലാം രാശിയാണ് പ്രണയരാശി. തുലാം രാശിക്ക് ശുഭത്വം, അവിടെ പാവൻ വന്നു കഴിഞ്ഞാൽ പ്രണയം വിജയിക്കില്ല, പ്രണയം ഉണ്ടാവില്ല. തുലാരാശിക്ക് ശുഭത്വം വരണം. തുലാം രാശിയിൽ ബുധനോ ശുക്രനോ അല്ലെങ്കിൽ പൗർണമി ചന്ദ്രനോ ഗുരുവോ ഒക്കെ തുലാം രാശിയുമായിട്ട് ദൃഷ്ടിയോ യോഗോ ചെയ്യുക, പാപന്മാർ വരാതിരിക്കുക. അങ്ങനെയൊക്കെയാണ് പ്രണയം ഉണ്ടാവുക. നല്ല ആ സമയത്ത് തന്നെ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശ നടക്കുക. അതായത് 20 വയസ്സ് മുതൽ 30 വയസ്സ് 40 വയസ്സ് വരെയുള്ള സമയത്ത് ഈ ദശ നടക്കണം, അല്ലെങ്കിൽ ശുക്രൻ്റെ ദശ നടക്കണം. ശുക്രൻ്റെ ദശ നടക്കണം. അങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ? പ്രണയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രണയത്തിൻ്റെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കാമത്തിൻ്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ ശുക്രൻ ശുഭനായിരിക്കണം. അതേപോലെ തന്നെ നിത്യദാമ്പത്യം എന്നൊക്കെ പറയില്ലേ, നല്ല പ്രണയ ജീവിതം നടക്കണമെങ്കിൽ ശുക്രൻ്റെ 2 രാശികളായ ഇടവം രാശിയും അതുപോലെ തന്നെ തുലാം രാശിയും ശുഭമായിരിക്കണം.
ഇവിടെ വരുന്ന പാപന്മാര് ഒരു പാപൻ നിന്നാൽ പോലും ഇതിന് കുറവുണ്ടാവുന്നതാണ്. ഈ പൂർണ്ണമായ ദാമ്പത്യം അല്ലെങ്കിൽ നല്ല കാമത്തിന് അല്ലെങ്കിൽ നല്ല പ്രണയത്തിനൊക്കെ ഭംഗം വരും. ചില ആളുകൾ വിമുഖത കാണിക്കും. എല്ലാവരും പ്രണയ ജീവിതം വളരെ സക്സസ് ഒന്നുമല്ല. ജീവിതം ഒരുപക്ഷെ പുറത്തു നോക്കുമ്പോൾ സക്സസ് ആയിരിക്കും, പക്ഷെ പ്രണയ ജീവിതം ഇണയുമായിട്ടുള്ള ജീവിത രീതികളൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ട് ഇണയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു നല്ല അവസ്ഥയിലായിരിക്കില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ശുക്രന് പാപത്വം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ രണ്ട് രാശികൾക്ക് തുലാൻ രാശിയിലോ അല്ലെങ്കിൽ ഇടവൻ രാശിയിലോ പാപത്വം വന്നിട്ടുണ്ടാവാം. അപ്പൊ ശുക്രന്റെ യോഗങ്ങളാണ് ഇനി പ്രധാനമായിട്ടും ഇതിൽ ആവശ്യമുള്ളത്. ഓരോ ഗ്രഹങ്ങളുമായിട്ടും ശുക്രൻ ചേരുന്നത് നമ്മുടെ സ്വഭാവങ്ങൾക്ക്, പ്രത്യേകിച്ചും പ്രണയ ജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിലും പ്രധാനിയായിട്ടുള്ള ശുക്രന്റെ കൂടെ പാപൻ ചേരാൻ പാടില്ല. പാപന്മാർ ചേരുന്നത് നന്നല്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ശുക്രൻ എന്ന് പറയുന്നത് കാമഗ്രഹമാണ്. ലക്ഷറിയും കുറയും. ലക്ഷറി പറഞ്ഞാൽ വണ്ടി, വാഹനം, വീട്. ഇതിൽ ശുക്രൻ്റെ കൂടെ ഒരു രാഹു ചേർന്ന് കഴിഞ്ഞാൽ, ഒരു ശനി ചേർന്ന് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ചേരാൻ പാടാത്ത രണ്ട് ഗ്രഹങ്ങൾ ശനിയും രാഹുവുമാണ്. ശുക്രൻ്റെ കൂടെ ശനി ചേർന്നാൽ, ശുക്രൻ കാമകാരകനാണെങ്കിൽ ശനി ആത്മീയകാരകനാണ്. കാമത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം. ദാരിദ്ര്യം, അതായത് ഗുരുവിൻ്റെ കൂടെ ശനി ചേർന്നാൽ എന്ത് സംഭവിക്കും? ദാരിദ്ര്യകാരകനായ ശനിയും ധനകാരകനായ ഗുരുവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ദാരിദ്ര്യം വർദ്ധിച്ച് നിൽക്കരുത്. അല്ലെങ്കിൽ ധനത്തിന് രണ്ടുപേരും അവരവരുടെ കാരകങ്ങളെ ചെയ്യും. ശനിയുടേതായിട്ടുള്ള ദാരിദ്ര്യം തരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു പക്ഷേ ചില സമയങ്ങളിൽ ഗുരുവിന് ചെറിയൊരു സമയം കിട്ടുമ്പോൾ ധനം തരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കളവ് ചെയ്യിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്കു മാർഗങ്ങളിലൂടെ അങ്ങനെയൊക്കെ സംഭവിക്കും. കാര്യം എന്ന് വെച്ചാൽ ശനിയുടെ ചേർപ്പ് ഗുരുവുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധനസ്ഥിതി കൃത്യമായിട്ട് വരില്ല. കാര്യം ധനത്തിന് വിപരീതം അത് ഡിഗ്രിക്ക് അനുസരിച്ചുണ്ടാവും. 8 ഡിഗ്രിയുടെ ഉള്ളിൽ നിൽക്കുന്ന ശനി ഗുരു, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ശനി ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട്. 13 ഡിഗ്രിയുടെ പുറത്തൊക്കെ ആണെങ്കിൽ രണ്ടുപേരും റിയൽ ആയിരിക്കും, അവരവരുടെ കാരകങ്ങൾ തരാൻ ശക്തരായിരിക്കും, അല്ലെങ്കിൽ കാരകത്വം തരില്ല. ശുക്രനുമായിട്ടും ഇതുപോലെ തന്നെയാണ്. ശനി 8 ഡിഗ്രിക്ക് ഉള്ളിലാണ് ചേരുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ശുക്രൻ കെട്ടുപോകും. അപ്പം കെട്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് പ്രധാനം. ശുക്രൻ കെട്ടുപോയി, ശനിയുമായിട്ട് ചേർന്നു. ഏത് രാശി? ഇപ്പം നീചരാശിയായ കന്നിയിലാണെന്ന് വയ്ക്കുക. കന്നിയിൽ ശുക്രൻ കെട്ടുപോയിട്ട്, ശുക്രൻ കാരകനാണ്. കെട്ടണമെങ്കിൽ 7ാം ഭാവവും ഭാവാധിപനും കെട്ട് ശുക്രനും കെട്ടണം. 3ഉം കെട്ടാലെയാണ് കാമം പൂർണ്ണമായിട്ട് നിൽക്കുള്ളൂ. 3, 7, 11 ഭാവങ്ങളാണ് കാമം ഭാവങ്ങളെന്നും പറഞ്ഞു. അപ്പോൾ 7ാം ഭാവം പൂർണ്ണമായി കെട്ടാലെയാണ് പൂർണ്ണമായിട്ടും ദാമ്പത്യം ഇല്ലാതെ അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത ആളുകൾ ഉണ്ടാവുള്ളൂ. വിവാഹം നടക്കാതിരിക്കുന്നതിൻ്റെ കുറേ ഒരു സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ 2 കാര്യമാണ്. ശുക്രൻ കെട്ടുപോയി. ശുക്രൻ എങ്ങനെ വിട്ടുപോയി? ശനിയുമായിട്ട് ചേർന്ന് വയ്ക്കാം. അപ്പോൾ കന്നി രാശിയിലെ ശുക്രൻ നീച സ്ഥലത്താണ്, അവിടെ ശനിയുമായിട്ട് ചേർന്നു, അങ്ങനെ തന്നെ വയ്ക്കാം. ഇനി പൊതുവേ ഉള്ളൊരു കഥയാണ്. അപ്പോൾ 8 ഡിഗ്രിയുടെ ഉള്ളിൽ ശനിയുമായിട്ട് ശുക്രൻ ചേർന്ന് ശുക്രൻ്റെ കാരകത്വം നശിക്കും, ശുക്രൻ്റെ ലക്ഷറി നശിക്കും, ശുക്രൻ തരുന്ന വണ്ടി, വീട്, വാഹനങ്ങളൊക്കെ തരാൻ പറ്റാതെയാവും. അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിന് പറ്റുന്ന തരത്തിലായിരിക്കില്ല. അദ്ദേഹത്തിന് കാമം അല്ലെങ്കിൽ ഇണയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ദാമ്പത്യം ഉണ്ടാവില്ല, കാമം ഉണ്ടാവില്ല. പിന്നെ എന്ത് സംഭവിക്കും? ദശകൾ വന്നാലാണ് ഇത് സംഭവിക്കുക. ഏത് ദശ വരും എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ശനി ദശയാണ് വരുന്നെങ്കിൽ അവിടെ ഒരു പ്രധാനമുണ്ട്. ശനി ദശയാണ് വരുന്നത്, ശുക്രനും ശനിയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ദശയിൽ ഇത് നടക്കും. കൃത്യമായി വിവാഹം നടക്കും. ചെറിയ രീതിയിലെങ്കിലും, പൂർണ്ണമായ ലക്ഷറി വരില്ലെങ്കിലും ചെറിയ രീതിയിൽ വണ്ടി, വീട്, കാര്യങ്ങളൊക്കെ വരാൻ ആ ശനി സഹായിക്കും. പഴയ വീടായിരിക്കും. ശനി ദശയിൽ വീട് വരും, പക്ഷേ പഴയ വീടായിരിക്കും. അല്ലെങ്കിൽ പഴയ വീട് നമ്മൾ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴമ അതിലുണ്ടാവും. അങ്ങനെയാണെങ്കിലും പക്ഷേ ഈ കാര്യം നടക്കും. ശുക്രൻ്റെ കാരകത്വങ്ങൾ പിടിച്ചു വാങ്ങിച്ചിട്ട് ശനി നമുക്ക് തരും. ശനി ദശയാണെങ്കിൽ ഇതേ സമയം നല്ല പ്രായത്തിലാണ് പറയണം, 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയത്ത് ശനി ദശയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, വിവാഹം നടക്കും. അതേസമയം ശുക്രദശ നടന്നു കഴിഞ്ഞാൽ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഒന്ന് 7ാം ഭാവത്തിനും ഭാവാധിപനൊക്കെ ബലമുണ്ട് എന്ന് വയ്ക്കാം. വിവാഹം നടന്നാൽ അതൊരുപാട് ഏജ് ഡിഫറൻറ്റ്, തന്നെക്കാൾ ഉയർന്ന വയസ്സുള്ള ഒരാളുമായിട്ടായിരിക്കും. ശനി വയസ്സിനെ കാണിക്കുന്നു. ശുക്രൻ്റെ കൂടെ ആര് ചേരുന്നു അതിനനുസരിച്ചാണ് ശുക്രൻ്റെ സ്വഭാവം. ശനി വയസ്സാണ് കാണിക്കുന്നത്, പ്രായത്തെ കാണിക്കുന്നു. വളരെയധികം പ്രായമുള്ള ഒരാളായിട്ട് വിവാഹം നടക്കും.
ഇത് പെൺകുട്ടികൾ പല ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും അപൂർവം ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വയസ്സ് കൂടിയ ആൾക്കാർ. അതിന് കാരണം എന്താ? ശുക്ര ശനി ചേർക്കുകയാണ്. ശുക്രനും ശനിയും കൂടി ചേർന്നിട്ടുണ്ടാവും. ശുക്രനും ശനിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏജ് കൂടിയ ഒരാളായിട്ട് വിവാഹം നടക്കേണ്ടി വരും. അത് ശുക്രദശയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പേര് കേടുവരുത്തുന്ന തരത്തിലായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാന നഷ്ടം വരും. കാമത്തിന് വേണ്ടി അഭിമാന നഷ്ടം കൊണ്ടുവരുന്നതിന് കൂടി ശുക്രശനി ചേർന്നു. അതേപോലെ തന്നെ രാഹു ശുക്രനുമായി ചേർന്നു. രാഹുദശ നടന്നാൽ നല്ലതാണ്. രാഹുദശ നടന്ന ഈ ദശ വളരെ പ്രധാനമാണ്. രാഹു ശനിയുമായി ചേർന്നവരൊക്കെ നന്നായിരിക്കുന്നുണ്ടല്ലോ എന്ന് പലരും ചിലപ്പോൾ അഭിപ്രായം പറയാം അതിൻ്റെ താഴെ. പക്ഷെ രാഹുദശ നടന്നാൽ വളരെ നല്ലതാണ്. കാര്യം രാഹു എന്ത് ചെയ്യും? ശുക്രനെ കേടുവരുത്തിക്കൊണ്ടാണ് ശുക്രന്റെ ശക്തി മൊത്തം എടുത്ത് രാഹു നമുക്ക് തരും. അതേസമയം ശുക്രദശയാണ് 28-40 വയസ്സിൽ നടക്കുന്നതെങ്കിൽ സർവനാശം വരുത്തും. നാട്ടിൽ പേരുദോഷം, വീട്ടിൽ പേരുദോഷം, അല്ലെങ്കിൽ കാമത്തിന് വേണ്ടി ഒരുപാട് നഷ്ടങ്ങൾ വരും, പേര് കേട്ടുവരും. അത് എത്ര ഡിഗ്രി എന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ രാഹുവിൻ്റെ കൂടെ വേറൊരു ഗ്രഹം ശനിയോ അല്ലെങ്കിൽ വേറൊരു പാപനോ അമാവാസി ചന്ദ്രനൊക്കെ വീണ്ടും വന്നാൽ വീണ്ടും നാശം വരും, സർവനാശം വരും, പേരുദോഷം വരാം. ഉറപ്പായിട്ടും പേരുദോഷം വരും. കാര്യം ശുക്രനും രാഹുവും കൂടി ചേർന്ന് ശുക്രദശ നടന്നാൽ, രാഹുദശ നടന്നാൽ നല്ലതാണ്, ശുക്രദശ നടന്നാൽ പേരുദോഷം വരും. മാത്രമല്ല നമുക്ക് പറ്റാത്ത ഒരു ആളുമായിട്ട് വിവാഹം നടക്കും. പറ്റാത്തതാണ് ഒന്നുകിൽ ജാതിയോ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയോ യോജിക്കാത്ത സാമ്പത്തിക അവസ്ഥയാവാം, ശാരീരിക അവസ്ഥയാവാം, അല്ലെങ്കിൽ ഏജ് ഡിഫറൻ്റ് ആവാം. എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ശാരീരിക ആരോഗ്യമുള്ള സ്ത്രീയൊക്കെ സെലക്ട് ചെയ്യുകയാണ് നോർമലായിട്ടുള്ള. അത് സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന് വിരുദ്ധമായിരിക്കും രാഹു വരുമ്പോൾ. പ്രായം നോക്കില്ല, ഗുണം നോക്കില്ല, ചിലപ്പോൾ കഞ്ചാവ് കഴിക്കുന്ന ആളായിരിക്കാം, മദ്യം കഴിക്കുന്ന ആൾ, അതൊന്നും നോക്കില്ല. പ്രണയത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് രാഹു ശുക്രൻ ചേർന്ന് ശുക്രദശ ചെറുപ്രായത്തിൽ വരുമ്പോഴാണ് ആ പ്രണയത്തിന് കണ്ണുണ്ടാവില്ല, ഒരു കണ്ണുണ്ടാവില്ല. ലഗ്നാധിപൻ നശിച്ചിട്ടും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, സർവനാശം വരുത്തും, ആ വീടിന് പേരുദോഷം വരുത്തും, സൊസൈറ്റിയിൽ വളരെ ഒന്നും നോക്കില്ല. അവരവരുടെ കാമത്തിനെ മാത്രം പ്രാധാന്യം കൊടുത്തു. കാരണം ശുക്രൻ കാമം കൊടുത്തേ പറ്റൂ. അത് എങ്ങനെയുള്ള കാമം എന്ന് തീരുമാനിക്കുന്നത് കെട്ട കാമമാവുന്നത് രാഹു യോഗം ചെയ്യുന്നതുകൊണ്ടാണ്. രാഹുവുമായിട്ട് ശുക്രൻ യോഗം ചെയ്താലും ശനിയുമായിട്ട് ശുക്രൻ യോഗം ചെയ്താലും കെട്ട കാമം വരും. അപ്പോൾ രാഹുവുമായിട്ട് ശുക്രൻ യോഗം ചെയ്ത് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ പല ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് വളരെ കുറവാണ്. എന്നാലും ചെറുപ്രായത്തിൽ തന്നെ ഒന്നിനും പറ്റാത്ത, തനിക്ക് യോജിക്കാത്ത ഒരാളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി അവർ ചിലപ്പോൾ വീടുമായിട്ട് പിരിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നവരുടെയൊക്കെ ജാതകം പരിശോധിച്ചോളൂ. രാഹു അല്ലെങ്കിൽ ശനി ശുക്രനുമായി ചേർന്ന് ശുക്രന്റെ ദശ നടന്നിട്ടുണ്ടാവും. അതാണ് ഇമ്പോർട്ടൻ്റ്. രാഹുവിൻ്റെയോ ശനിയുടെയോ ദശയിൽ ദോഷം തരില്ല. ശുക്രദശ വന്നാലാണ് ദോഷം വരിക. ശുക്രന്റെ കാരകത്വം പൂർണ്ണമായി നശിപ്പിക്കുന്ന തരത്തിലാണ് രാഹുവും അല്ലെങ്കിൽ ശനിയും നിൽക്കുന്നത്. ഒരിക്കലും യോജിക്കാത്ത ആളുകളുമായിട്ടുള്ള വിവാഹം അത് രാഹുവും ശനിയും തരും. ശനിക്ക് പ്രായാധിക്യം ഉണ്ടാവും, മദ്യപാനശീലമുള്ള ആളായിരിക്കും, പ്രായാധിക്യമുള്ള ആളായിരിക്കും. അതൊക്കെ ശനി തരുന്ന യോഗങ്ങളാണ്. രാഹു അങ്ങനെയല്ല, ഭോഗകാരകനും കൂടിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? രാഹുവിന് ഒറ്റ കാര്യമേ ഭോഗം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രായമോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ രൂപമോ നിറമോ കഞ്ചാവ് കഴിക്കുന്നുണ്ടോന്നോ ഒന്നും നോക്കില്ല രാഹു ചേർന്ന്. അപ്പോൾ രാഹു ശുക്രൻ ചേർന്ന് ശുക്രദശ നടന്നാൽ, അതും ഇളം പ്രായത്തിൽ നടന്നാൽ, ആ കാമത്തിന് വേണ്ടിയിട്ട് സർവം ത്യജിക്കുന്ന ജീവിതമായിരിക്കും. അപ്പോൾ ശുക്രൻ്റെ 2 ദോഷം വരുന്ന ഗ്രഹയോഗങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ശുക്രന് ഗുണം വരുന്ന ഒരുപാട് ഗ്രഹയോഗങ്ങളുണ്ട്. ഗുരുവും അതുപോലെ തന്നെയാണ്. ഗുരുവിന് ദോഷമല്ല, പക്ഷെ ഗുരുവിൻ്റെ കാര്യം നമുക്ക് കുറച്ച് ഡെപ്തായിട്ട് അത് പറയാം. പക്ഷേ ശുക്രനുമായി ചേരാൻ പറ്റുന്ന നല്ല ഗ്രഹങ്ങൾ ഒന്ന് ബുധനാണ്. 7-ാം ഭാവവും 3, 7, 11 കുറിച്ച് പറഞ്ഞില്ല ഞാൻ. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ കൂടെ ചേരാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഗ്രഹം ഒന്ന് ബുധനാണ്, മറ്റൊന്ന് ചൊവ്വയാണ്. ബുധൻ ചേർന്നാൽ നമ്മൾ കിട്ടുന്ന, അതായത് അവിടെ വിവേകത്തിന് വളരെ പ്രാധാന്യം വന്നു.
എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ വിവാഹം നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇണയെ തീരുമാനിക്കുള്ളൂ. ബുദ്ധി, കഴിവ്, അറിവ്, തനിക്കൊത്ത സ്ഥിതി ഇതെല്ലാം നോക്കി ഏത് ദശ വന്നാലും, ബുധദശ വന്നാലും ശുഭമാണ്, ശുക്രദശ വന്നാലും ശുഭമാണ്. ശുക്രദശേനേക്കാൾ ബുധനാണ് കൂടുതൽ ശക്തി വരിക. കാര്യം ശുക്രൻ്റെ ശക്തി ബുധന് കൊടുക്കും. പക്ഷെ ബുധൻ എന്ത് സംഭവിക്കില്ല, ബുധൻ ശുക്രനെ നശിപ്പിക്കുന്നില്ല. രണ്ട് ദശ വന്നാലും ദോഷം ഉണ്ടാവില്ല. ബുധ ശുക്രൻ്റെ യോഗം വളരെ നല്ലതാണ്. ബുധൻ്റെ ചൊവ്വയുമായുള്ള യോഗം അത് യങ്ങായിരിക്കും. ശുക്രനും അല്ല ബുധനും യങ്ങാണ്. അതായത് തന്നേക്കാൾ ഇളയ പ്രായമുള്ള, അല്ലെങ്കിൽ തനിക്ക് ഒത്ത പ്രായമുള്ള, തനിക്ക് കൃത്യമായ അവസ്ഥയിലുള്ള പ്രായമുള്ളവരുമായിട്ടുള്ള വിവാഹമാണ് സാധാരണ ഈ ബുധ ശുക്രയോഗത്തിലും ചൊവ്വ ശുക്രയോഗത്തിലും. ചൊവ്വ ശുക്രയോഗമൊക്കെ വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ഏഴാം ഭാവത്തിലേക്കാണ് വരുന്നെങ്കിൽ ഒരുപക്ഷെ തന്നേക്കാൾ പ്രായം കുറഞ്ഞവരെ മാത്രമേ ഇണയായിട്ട് സ്വീകരിക്കുള്ളൂ. അതങ്ങനെ നോർമലായിട്ട് സംഭവിച്ചു പോകും. അവിടെ പ്രായം തന്നെയൊക്കെ കുറഞ്ഞവരുമായിട്ടുള്ള ഇണയാണ് തീരുമാനിക്കുക. അതാണ് കാമകാരകനായ ശുക്രൻ്റെ ക്വാളിറ്റി. ആരാണോ കൂടെ ചേരുന്നത് അയാളുടെ ക്വാളിറ്റീസ്. ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് നല്ല ശക്തിയുള്ള, നല്ല ആയോധന ശേഷിയുള്ള, നല്ല ശാരീരിക ബലമുള്ള ഗ്രഹമാണ്. അപ്പോൾ ശാരീരിക ബലവും ശക്തിയും സൗന്ദര്യവും എല്ലാം തികഞ്ഞ ഒരാൾ, തന്നേക്കാൾ ഇളയതും ആയിട്ടുള്ള ഒരാളാണ് ചൊവ്വ ശുക്രയോഗമുള്ള ആളുകളുടെ ജാതകത്തിൽ സ്വീകരിക്കപ്പെടും. ബുധനാണെങ്കിൽ അതെ ബുദ്ധിശക്തിയിൽ തന്നേക്കാൾ ഉയർന്നതായിരിക്കും. മാത്രമല്ല തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളായിരിക്കും ബുധശുക്രയോഗം. അപ്പോൾ ശുക്രനുമായി ചേരുന്ന ഗ്രഹങ്ങൾ ശുക്രനുമായിട്ട് സൂര്യചന്ദ്രന്മാർ ചേരാൻ പാടില്ല എന്നുള്ളതാണ്. കാര്യം ചന്ദ്രൻ ചേർന്നാൽ തന്നെ, ചന്ദ്രൻ അമാവാസിയിൽ മാത്രമേ ശുക്രനുമായിട്ട് ചേരുള്ളൂ. കാര്യം സൂര്യൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ആര്? ശുക്രനും ബുധനും. സൂര്യനിൽ നിന്ന് വല്ലാതെ ദൂരം ശുക്രനോ ബുധനോ സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശുക്രനുമായി ചന്ദ്രൻ ചേരുന്നത് അമാവാസിയിൽ മാത്രമേ സംഭവിക്കുള്ളൂ. നന്നല്ല. ചന്ദ്രൻ ചേരുന്നത് നന്നല്ല. ശുക്രൻ എന്ന് പറയുന്നത് കന്നിപ്പെണ്ണ് എന്ന് പറയുന്ന ഒരു കണക്കാണ്. അതായത് ഇളം പ്രായത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇളം പ്രായം, വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള 16 വയസ്സ് മുതലുള്ള ഒരു പ്രായത്തെ, 20 വയസ്സ് വരെയുള്ള, അതാണ് ശുക്രനെങ്കിൽ മാതൃഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളമ കഴിഞ്ഞ് മാതാവായിട്ടുള്ള പ്രായം. 30 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിന് ശേഷമുള്ള, അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷമുള്ള വയസ്സായ പെണ്ണ് എന്ന രീതിയിൽ ശനിനെയാണ് കണക്കാക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെ ഒരു കാരകത്വമുണ്ട്. അപ്പോൾ ചന്ദ്രനുമായിട്ട് ആര് ചേർന്നൂടാ? ചന്ദ്രനുമായിട്ട് ശുക്രൻ ചേർന്നു കഴിഞ്ഞാൽ അത് അമാവാസിയായിരിക്കും. മാത്രമല്ല ശുക്രൻ്റെ ശക്തി നശിച്ചു പോവുകയും ചെയ്യും. സൂര്യനുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമാവാസി വരും, അസ്തമനം വരും. സൂര്യനുമായിട്ട് ശുക്രൻ ചേരുന്നത് നന്നല്ല, സൂര്യനോ ശുക്രനോ ചേരുന്നത് നന്നല്ല. പക്ഷെ അവിടെ കാരകത്വങ്ങൾ പൂർണ്ണമായിട്ട് കെടുവെച്ച് കഴിഞ്ഞാൽ ശനിയും രാഹുവും കെടുത്തുന്ന പോലെ അഭിമാനത്തെ കളയുന്ന തരത്തിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറവുകളൊക്കെ ഉണ്ടാവും. കാര്യം അമാവാസിയിൽ ശുക്രയോഗം ചെയ്യുമ്പോൾ ശുക്രൻ ചെറുതായി കെട്ടുപോവുക തന്നെ ചെയ്യും. പൂർണ്ണമായ ലക്ഷറി വരില്ല. വണ്ടി, വീട്, വാഹനങ്ങളിലൊക്കെ കുറവ് വരും. അതുപോലെ തന്നെ വിവാഹത്തിലും ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ വരും. ഒന്ന്, ഗുരുവുമായിട്ട് ചേരുന്നത് നമുക്ക് പിന്നീട് നോക്കാം. കാര്യം ഗുരുവുമായിട്ട് ലളിതമല്ലാത്ത രീതിയിൽ കാര്യങ്ങളുണ്ട്. കാര്യം ഗുരു 2 ജീവകാരകത്വത്തിനും നാശം വരുത്തും. ഗുരു ശുക്രന്മാർ 2 ജീവകാരകത്വത്തിനും നാശം വരുന്ന തരത്തിലായിരിക്കും. ഗുരുവിൻ്റെ പുത്രകാരകത്വം, ഇത് കാമകാരകത്വമാണ്. അപ്പോൾ ഇണയാണ് ശുക്രനെങ്കിൽ പുത്രനാണ്, ഭാര്യയാണ് ശുക്രനെങ്കിൽ മകനാണ് അല്ലെങ്കിൽ കുട്ടിയാണ് ഗുരു എന്നുണ്ട്. ഇപ്പം 2 ജീവകാരകത്വത്തിനും നാശം വരിക. കാര്യം അവർ ശത്രുക്കളായതുകൊണ്ട്. ഗുരുവും ശുക്രനും പരസ്പരം വിരുദ്ധ സ്വഭാവമുള്ളവരാണ് യഥാർത്ഥത്തിൽ. അതായത് നോർമലായിട്ട് പ്രകൃതിയല്ല അവർ പാവന്മാരൊന്നുമല്ല. പക്ഷെ അവർക്ക് 2 വിരുദ്ധ സ്വഭാവമാണ്. ഒന്ന് കാമത്തിൻ്റെയും ഒന്ന് ജ്ഞാനത്തിൻ്റെയും സന്താനത്തിൻ്റെയും. അത് കാമത്തിൻ്റെ പ്രൊഡക്റ്റാണ് സന്താനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക് വരും വീഡിയോകളിൽ നോക്കാം. ശുക്രനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ശുക്രൻ്റെ ജീവകാരകത്വം കാമമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാത്തവർക്ക് ശുക്രൻ കെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശുക്രൻ കേട് പറഞ്ഞ് ശുക്രൻ പാപയോഗം ചെയ്ത് നിന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ 7ാം ഭാവത്തിലെ
പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടാവും. 7ലോ 11ലോ 3, 7, 11 കാമഭാവങ്ങളാണ്. കാമത്രികോണം എന്നാ പറയുക. 3, 7, 11. അത് 7ആണ് പ്രധാനമായിട്ട് എടുക്കുക. 7ാം ഭാവത്തിൽ 7ാം ഭാവാധിപൻ കെട്ടിട്ടുണ്ടാവും. 7ാം ഭാവത്തിൽ പാപഗ്രഹം ഉണ്ടാവും. ശുക്രൻ കെട്ടുപോകും. രാഹുബന്ധോ ശനിബന്ധോ വന്ന് നിൽക്കുന്നുണ്ടാവും. ശുക്രന്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള ഇടവം, തുലാം രാശികളിൽ പാപത്തുണ്ടെങ്കിലും പ്രണയത്തിന്, നിത്യദാമ്പത്യത്തിനും പ്രണയത്തിനും ഒക്കെ നല്ല ഭംഗം വരും. വേണ്ട രീതിയിൽ പ്രണയിക്കാൻ കഴിയാതെ വരിക, ശുക്രന് ഭംഗം വരിക, ശുക്രന് പാപത്ത് ബന്ധം വരിക. അതുപോലെ ഇടവരാശി തുലാം രാശിയിലും പാപത്തും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായ നല്ലൊരു പ്രണയം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നല്ലൊരു പ്രണയമൊക്കെ നടത്താൻ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ശുക്രൻ്റെ പാപത്തും ശുക്രക്ഷേത്രങ്ങളുടെ പാപത്തുമാണ്. അപ്പോൾ ശുക്രനെ കുറിച്ചാണ് വീഡിയോ.